ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബാരോസ് കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഫുൾ എക്സൈറ്റഡ് ആണ്. നമുക്കറിയാം, മഞ്ഞിൽ വിരിഞ്ഞൊരു പൂക്കൾ എന്ന സിനിമയിലൂടെ ഒരു 58 ഇയേഴ്സ് മുമ്പ്, അല്ല 48 ഇയേഴ്സ് മുമ്പ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ഒരു വെള്ളിയാഴ്ചയാണ് നമുക്ക് മോഹൻലാൽ എന്നൊരു നടനെ കിട്ടുന്നത്. അതുപോലെ തന്നെ ക്രിസ്മസ് ദിനത്തിലൊരു ഇന്ന് ബുധനാഴ്ച അല്ല, വെള്ളിയാഴ്ച അല്ല, ബുധനാഴ്ച നമ്മുടെ ലാലേട്ട ഒരു സംവിധായകനായിട്ട് മാറിയ ഒരു പടം റിലീസ് ആവാണ്. പടം ഇറങ്ങുമ്പോൾ എന്നെ പറഞ്ഞത് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ്. പക്ഷെ ശ്രേയസ് എന്ത് തോന്നിയത്? എനിക്ക് അങ്ങനെ തോന്നിയില്ല. എല്ലാരും കാണണം, എല്ലാരും കാണാൻ പറ്റിയ ഐഡിയ കുട്ടിച്ചാത്തനൊക്കെ നമ്മള് 3D ഒക്കെ എല്ലാരും ഇതൊന്നുമില്ല, എല്ലാരും എൻഗേജിങ് ആയിട്ടുള്ള പടമാണ്. പിന്നെ പ്രത്യേകിച്ച് ഫാന്റസി, ത്രില്ലർ, ഹൊറർ, കോമഡി എക്സ്പീരിയൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ബെറ്റർ എക്സ്പീരിയൻസ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഷൂട്ട് ചെയ്തത് മുകേഷ് ഡയറക്റ്റ് 3D-യിലേക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂ തന്നെ പറഞ്ഞിരുന്നു, ഇവര് 40 വർഷം മുമ്പ് മൈഡി കുട്ടിത്ത എടുത്തതിന് ശേഷം 1-2 പടങ്ങള് ഡയറക്റ്റ് 3D-യിൽ ചെയ്യാൻ നോക്കി, അറ്റംപ്റ്റ് വിജയിച്ചില്ല ശരിക്കും. ബാക്കി പടങ്ങളൊക്കെ 2D-യിൽ ചെയ്തിട്ട് 3D-യിൽ കൺവേർട്ട് ചെയ്യായിരുന്നു. ഇത് അതിന്റെ എക്സ്പീരിയൻസ്. ഇതിപ്പോ ഡയറക്റ്റ് 3D ക്യാമിൽ എടുത്തു. അതിന്റെ ഒരു വ്യത്യാസം ശരിക്കും അതിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. 3D മൂവിയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ? കൊച്ചു പടങ്ങൾ എടുക്കണമെങ്കിൽ അവതാറിന്റെ സെയിം ക്യാമറയിലാണ് ഈ ഷൂട്ട് ചെയ്തത്. ടെക്നിക്കൽ ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഇതാണ് ശരിക്കും കിട്ടിയത് തിയേറ്ററിൽ. പിന്നെ ലാലേട്ടന്റെ ഒരു അഴിഞ്ഞാട്ടം. പക്ഷെ ഇത് ശരിക്കും കുട്ടികളെ കൊണ്ട് തന്നെയാട്ടോ. അപ്പൊ ലാലേട്ടൻ ഈ പടത്തിലൊക്കെ ഒരുപാട് ഫോക്കസിങ് സീനുകളുണ്ട്, ഈവൻ ക്ലൈമാക്സ് സീനുകളൊക്കെ. പക്ഷെ ആ കുട്ടിയെ കൊണ്ടാണ് എല്ലാം ചെയ്യിച്ചുള്ളത്. കുട്ടിയാണ് ഇതിലെ ഹീറോ. അതിൽ കുറെ സീൻസ് ഒക്കെ ശരിക്കും പറയണെങ്കിൽ പിള്ളേർക്ക് വേണ്ടിട്ട് തന്നെ കുറെ സാധനങ്ങൾ ഇടക്ക് വെച്ചിട്ടൊരു സോങ്ങും ഈ സീനിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ചെറിയ പിള്ളേർക്ക്, അത് ശരിക്കും ചെറിയ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സാധനം വെച്ചേക്കുന്നത്. അവര് ഡിഗാമ കൊട്ടാരത്തിലെ കുട്ടി വരുമ്പോ, ഇസ്ബെല്ല വരുമ്പോ കാണിക്കുന്ന കുറച്ച് വിഷ്വൽസ് ഉണ്ട്, വേറെ ലെവൽ. പിന്നെ വെള്ളത്തിന്റെ ഇടയിലെ വിഷ്വൽസ്, ഇടയിലുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ. മമ്മൂട്ടിയുടെ ഒരു ഇൻട്രോ വരുന്നുണ്ട്, പിന്നെ ക്ലൈമാക്സിൽ ഒരു ക്യാമിയോ ഉണ്ട്, അവള് പറയുന്നില്ല. നമുക്കൊരു പറയേണ്ട കാര്യം ഉണ്ടാണ്, പക്ഷെ അത് ഇൻട്രോ ആണ്, പറയാണ് ഒരു മറ്റേ ഡിഗാമ കൊട്ടാരത്തിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളെ കുറിച്ച് പറയാണ്. അവര് ഗോവയില് വരുന്നു, ഒരു സമയത്ത് ഇന്ത്യ മൊത്തം പിടിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഗോവയിൽ വരുന്ന സമയത്ത് ഒരു കൊട്ടാരമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു കഥ നടക്കുകയാണ്. അവരുടെ ദൗത്യം എന്ന് വെച്ചാൽ പിന്നെ വടക്കൻ ഇന്ത്യ കൊച്ചിയിലേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇൻസിഡന്റ് സംഭവിക്കുന്നത്. അത് ഇസബെല്ല എന്നൊരു ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു 4 ജനറേഷൻസ് 400 വർഷങ്ങൾക്ക് അപ്പുറത്ത് ആ നിധി കാക്കുന്ന ഭൂതത്തിന്റെ വീണ്ടും റീ എൻട്രി കൊടുക്കുകയാണ് പടം. അത്ര പറയുന്നുള്ളൂ. അത് ഡെവലപ്പ് ചെയ്യുന്നൊരു കഥ. പിന്നെ പാട്ടുകള്, BGM ഒക്കെ വേറെ ലെവൽ സാധനം. ഇതില് പാട്ട് മോഹൻലാലാണ് അതാണ് മെയിൻ കാര്യം. 3 പാട്ട് പാടിയുള്ളതല്ലേ? ശരിയാണ്, ഫുള്ള് മോഹൻലാലാണ്. പിന്നെ കുട്ടിയുടെ വോയിസ് കൊടുത്തുള്ളത് വേറെ ആരോ ആണ്. അവരുടെ ഒരു ഇതില്ലേ, ലാലേട്ടൻ പ്ലസ് ഇസബെല്ല കോംബോ ഒരു പാട്ടുണ്ട്. അത് ഭയങ്കര, എല്ലാരും ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ. അവസാനത്തെ 20 മിനിറ്റ് മൈൻഡ് ബ്ലോവിംഗ് പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ഇരുന്ന് നമുക്ക് എന്താ പറയുക, നമ്മള് പടം കാണുമ്പോ 3D ആയ എന്നല്ല, ഈ പടം എന്ന് പറയുമ്പോൾ എൻഗേജിങ് ആണ്. നമുക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. അപ്പം തന്നെ പടം വിജയിച്ചു എന്നാണ് പറയാനുള്ളത്. കാരണം ഒരു വെള്ളിയാഴ്ചയാണ് പല ആൾക്കാരുടെയും സിനിമ ജീവിതം മാറിയിട്ടുള്ളത് നമ്മളെല്ലാരും പറയാറുണ്ട്. ഇതില് ഒരു എന്താ പറയാ, ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ ഒരു ഇതില് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കംബാക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇത്രയും ഒരു നല്ലൊരു പടം, മെയിനായിട്ട് സംവിധാനം, അതാണ് ആൾക്ക് വേണമെങ്കിൽ ഒരു മാസം കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പടം ചെയ്യാം. ആള് ഈ പടം ഇൻട്രോ തന്നെ പറഞ്ഞു. കാരണം ഇതൊരു ബെഞ്ച് മാർക്ക് ആവണം എന്നുള്ളൊരു രീതിയിലാണ് ആള് പ്ലാൻ ചെയ്തത്. വേറൊരു സ്വാഗ് അടിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പടം എന്ന് പറഞ്ഞാലും അത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ അങ്ങനെ ഇറങ്ങിച്ചെന്നിട്ട് അയാള് പറയുമ്പോ നമുക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യുമ്പോ പിള്ളേരിൽ എത്തിക്കേണ്ട ഈ സാധനം. കുട്ടികളൊക്കെ കണ്ട് ചേട്ടൻ ഇറങ്ങി ഒരുപാട് ഫീല് കാണണം ശരിക്കും. ഫാമിലിക്കൊക്കെ 9:30 ഷോയ്ക്ക് അത്യാവശ്യം ഫാമിലി നടന്നു കേട്ടോ. പിന്നെ തീയിലെ പെർഫോം ചെയ്ത ആളുകൾ ഒക്കെ കൂടുതൽ പുറത്തുള്ള ആളുകളാണെന്ന് തോന്നുന്നു എനിക്ക്. സീനുകൾ വരുമ്പോഴും അവിടെയുള്ള ആൾക്കാരുടെ ബഹളങ്ങൾ രസമായിരുന്നു. കാരണം ഓരോ സീൻസും നമ്മളതിങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിച്ചതാണെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ഭൂതം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പടങ്ങളുണ്ട്, ഒരു കോപ്പി പോലും ഇല്ല. മോഹൻലാലിനെ പറഞ്ഞു, ആ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ഓർക്കുന്നത് മറ്റുള്ള പടങ്ങളുടെ ഒരു കോപ്പി ഒന്നല്ല. എനിക്കെന്താ ചെയ്യാൻ തോന്നിയത്, ഞാനത് സ്ക്രീനിൽ എടുത്തു. പിന്നെ ഒരു കാര്യട്ടോ, സന്തോഷിച്ചു. ക്യാമറ എടുത്ത് പറയണം, ഇവര് തമ്മിൽ എന്തൊക്കെ യോധ മുതൽ തുടങ്ങിയത് ഇവര് തമ്മിൽ. പിന്നെ അത് രസമായിട്ടുണ്ട്. പിന്നെ കുറച്ച് കോമഡി സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇത് കോമഡി, ഹൊറർ, ഫാന്റസി, ത്രില്ലർ വിഭാഗത്തിൽ പെടുത്താൻ പറ്റിയത് 3D മൂവി തന്നെ പറയാം. അപ്പോ
നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ വേറെ മൂഡായിരിക്കും അല്ലെ. എന്തായാലും കൊണ്ടുപോകണം ഞാൻ പറയുള്ളൂ. ഞാൻ ഉറപ്പിച്ച് ഇന്ന് ഫസ്റ്റ് ഷോ അപ്പൂനെ അമ്മൂനെ ഞാൻ പ്രൊമൈസ് ചെയ്തിട്ടുള്ളതാണ്. നീ ഉണ്ടെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം ഫാമിലി ആയിട്ട്. അടിപൊളിയാണ്. കാരണം ഫാമിലി നമ്മള് പിള്ളേർക്ക് അല്ലാണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും പിള്ളേർക്ക് എൻജോയ് ഉറപ്പാണ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങള് വേറെ ഒന്നും കേൾക്കണ്ട, പല നെഗറ്റീവ്സ് ആളുകൾ പലതും പറയും. ധൈര്യമായിട്ട് പോയി നല്ല തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മള് റിവ്യൂ കണ്ടിട്ട് ഒരിക്കലും പടം കാണാം. നമ്മള് തന്നെ നമ്മുടെ അഭിപ്രായം പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അവിടെ പോകുമ്പോ പടം ഇഷ്ടപ്പെട്ടാൽ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ്. ഇത് ശരിക്കും ഒരു വേറൊരു പടത്തിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന പടമല്ല. ഇത് അങ്ങനത്തെ ഒരു പടമാണ് പിള്ളേർക്കായിട്ടുള്ളത്. പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ, ആള് പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എല്ലാ തരം ആളുകൾക്ക് എൻഗേജിങ് ആക്കാവുന്ന രീതിയിൽ ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല, എന്തായാലും പോയി കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പൊ സത്യം പറഞ്ഞ തിയേറ്ററിൽ ഇപ്പൊ ക്രിസ്മസിന് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാമിലി ആയിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ മൂവി സത്യം പറഞ്ഞ വന്നിട്ടില്ല. കാരണം നല്ല റൈഫി ക്ലബ് നല്ല രണ്ട് പടം നല്ല പടമാണ്. റൈഫി ക്ലബും മാർക്കോയും നല്ല പടമാണ്. രണ്ടും ഡിഫറെന്റ് സബ്ജക്റ്റ് ആണ്. പക്ഷെ ഈ പടം എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് ഫുള്ള് ചില്ലടിച്ച് കാണാൻ പറ്റിയൊരു മൂവിയാണ്. പിന്നെ ഇന്നലെ ഇടി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ എല്ലാ പടങ്ങളും വിജയിക്കട്ടെ. ഡിഫറെന്റ് ജോണറുള്ള പടം മലയാള സിനിമയിൽ വരട്ടെ. മാർക്കൊക്കെ ബെഞ്ച് മാർക്കാണ് ശരിക്കും. അപ്പൊ പോയി എക്സ്പീരിയൻസ് ചെയ്യാം ഫാമിലി ആയിട്ട്. ബൈ, ഹാപ്പി ക്രിസ്മസ്. വേറൊന്നുമില്ലല്ലോ, ബൈ.